പിണറായി ഉച്ചകോടിയിൽ വസ്ത്രമൂരി പ്രതിഷേധിച്ച സംഭവത്തിൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടി അറസ്റ്റിൽ. ഗ്വാളിയോറിൽ നിന്നുള്ള ജിതേന്ദ്ര യാദവിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. കേസിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് ഉദയ് ഭാനു ചിബിനെ ചോദ്യം ചെയ്യുന്നതിനായി ഡൽഹി പോലീസ് വിളിപ്പിച്ചു. ധനസുമോദ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ധനസുമോദം, ഈ പുതിയ ഒരാളെ കൂടി പിടികൂടിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊപ്പം ഈ ദേശീയ പ്രസിഡന്റിനെ വിളിപ്പിച്ചതുകൊണ്ട് എന്താണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്? അനീഷ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ആ ഉച്ചകോടിയിൽ നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി പിടികൂടിയവർ 5 പേരായിരിക്കുകയാണ്. ഇപ്പോൾ ഗോളിയറിൽ നിന്നാണ് ജിതേന്ദ്ര യാദവിനെ പിടികൂടിയിരിക്കുന്നത്. ജിതേന്ദ്ര യാദവിന് നേരിട്ട് ഈ തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായി ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിബിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വീണ്ടും വിളിപ്പിച്ചിരിക്കുകയാണ്. ഇതിനകം തന്നെ അദ്ദേഹത്തിന് 4 മണിക്കൂർ ചോദ്യം ചെയ്തത് വലിയ തരത്തിലുള്ള വിവാദമായിരുന്നു. ഡൽഹിയിലെ പാർലമെന്റ് സ്റ്റേറ്റ് പോലീസ് സ്റ്റേഷനിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്തിരുന്നത്. അർദ്ധരാത്രിയോടെയാണ് ഉദയ് ഭാനു ചിബിനെ വിട്ടയച്ചത്. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയാണ്. അതായത് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനും രാഹുൽ ഗാന്ധിക്കുമെല്ലാം ഈ പ്രതിഷേധവുമായി നേരിട്ട് ബന്ധമുണ്ട്. അവർ ഈ പ്രവർത്തകരെ ഇളക്കി വിടുകയായിരുന്നു എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ തുടരെ ദേശീയ അധ്യക്ഷനെ തന്നെ പിടികൂടുന്നത്, അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തത് എന്നാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഈ വാർത്തയിലുണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവ വികാസം, ഈ പ്രവർത്തകർ അങ്ങോട്ടെത്തിയ ഉച്ചകോടിയിലേക്ക് എത്തിയ കാറും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ കാറിനുള്ളിൽ നിന്ന് പലതരത്തിലുള്ള കൊടികൾ, നരേന്ദ്രമോദിക്ക് എതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ എഴുതിയ ടീഷർട്ട് എന്നിവ കൂടി പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. ഇത് ദേശീയ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലേക്ക് ബന്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത് എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ ഈ തരത്തിലുള്ള എത്ര ആരോപണം ഉണ്ടായാലും, എത്ര തരത്തിലുള്ള ഒരു തടഞ്ഞു വെക്കലും ഈ ഭീഷണിപ്പെടുത്തലും കസ്റ്റഡിയിലുണ്ടായാൽ പോലും ഈ പ്രതിഷേധത്തിൽ നിന്നും 1 ഇഞ്ച് പോലും പുറകോട്ടില്ല എന്ന നിലപാടാണ് യൂത്ത് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. ശരി, ധനസുമോദ്.